എയർ പമ്പ് ചെയ്തുകൊണ്ട് വലിയ രീതിയിലാണ് വാട്ടർ ലീക്കേജ് ഉള്ളത് കേട്ടോ. ഈ വാട്ടർ ലീക്കേജിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കസ്റ്റമർ കെയറിൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ള റെസ്പോൺസ് നോക്കൂ. പ്രോപ്പറായിട്ട് ആ കംപ്ലൈന്റ് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടില്ല. മുന്നേ നമ്മൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കംപ്ലൈന്റ് ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്നാമത്തെ കാര്യം, നമ്മൾ ആ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കുമ്പോൾ ആ എംപ്ലോയി ഉറങ്ങി എണീറ്റിട്ടാണ് സംസാരിക്കുന്നത്. ഒട്ടും എന്തൂസിയാസ്റ്റിക് അല്ല, വളരെ സ്ലോ ആണ്. നമ്മൾ ചോദിക്കണമെങ്കിൽ 2-3 പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലാണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ വളരെ സ്ലോ ആയിട്ടുള്ളതുകൊണ്ട് നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഫാസ്റ്റ് ആയിട്ട് തന്നെ ആ ഓഡിയോ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. നിങ്ങളുടെ റെസ്പോൺസ് ഒന്ന് പറയൂ കേട്ടോ. രാജീവ് എന്ന് പറയുന്ന ഈ എംപ്ലോയിന്, റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, വാട്ടർ അതോറിറ്റി എന്ന് പറയുന്ന കസ്റ്റമർ കെയർ പ്രോപ്പർ ആയിട്ട് ഓഡിറ്റ് ചെയ്യാത്തതിന്റെ ഭാഗമായിട്ടാണ് ഈ എംപ്ലോയീസ് ഒക്കെ ഇത്രയ്ക്കും ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുന്നത്. ഇതൊന്ന് കേട്ടു നോക്കൂ. ഞാനിപ്പോ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡോക്കറ്റ് നമ്പർ 987225. അതിൽ സ്ഥലം മെൻഷൻ ചെയ്തിട്ടില്ലോന്ന്. ഇത് പാലക്കൽ അങ്ങാടി റോഡ് മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ സർ, ലാൻഡ്മാർക്ക്. ഞങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല, അത് അതുകൊണ്ടാണ് ചോദിച്ചത്. പാലക്കൽ അങ്ങാടി റോഡ് ലാൻഡ്മാർക്ക് കൊടുത്തിട്ടുണ്ട്. സെന്റ് തോമസ് കോളേജ് കൊടുത്തിട്ടുണ്ടോ? അതിന്റെ ബാക്ക് സൈഡ് ആണെന്നുള്ളത് കൊടുത്തിട്ടുണ്ടോ? പാലക്കൽ അങ്ങാടി റോഡാണ് കൊടുത്തിരിക്കുന്നത്. സെന്റ് തോമസ് കോളേജിന്റെ ബാക്ക് സൈഡാണ് കൊടുത്തത്. കൊടുത്തിട്ടുണ്ട് അല്ലേ? കൺഫേം അല്ലേ? ഇത് അത്യാവശ്യമാണ്, ഹൈ ഫോഴ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് എപ്പോഴാണ് വരിക? ഇത് എപ്പോഴാണ് ഈ കംപ്ലൈന്റ് പരിഹരിക്കുക? ഹൈ ഫോഴ്സിലാണ് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. സെക്ഷനിലോട്ട് ഇൻഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരോടൊന്ന് ഇത് ലൈന് ക്ലോസ് ചെയ്യും സാർ, രാവിലെ ആയിരിക്കും റെഡിയാക്കുന്നത്. ഓക്കെ, അതുവരെ ഈ വെള്ളം പോയിക്കൊണ്ടിരിക്കും. അതായത് വലിയ തോതിൽ വെള്ളം പോയിക്കൊണ്ടിരിക്കും, അതുവരെ വേറെ വഴിയില്ല അല്ലേ? ഹലോ സാർ, സെക്ഷനിലോട്ട് ഇൻഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ലൈന് ക്ലോസ് ചെയ്യും സാർ. എവിടെ? ഇത് ഇതുവരെ വന്നിട്ടില്ലല്ലോ. ഹലോ ഹലോ സാർ, ഞാൻ പറയാം. സെക്ഷനിലോട്ട് ഇൻഫോം ചെയ്യാം. ഇതുവരെ വന്നിട്ടില്ല. എപ്പോഴാണ് വരത്? അതറിയില്ല സാർ, ലൈൻ ഇവിടെ ക്ലോസ് ചെയ്യാൻ പറയാം. എപ്പോഴാണെന്നുള്ളത് അറിയില്ല. ഇപ്പൊ വരില്ല. അപ്പോ അല്ലേ? ഇപ്പൊ ഞാനിവിടെ വെയിറ്റ് ചെയ്യണോ? സാർ ഇവിടെ വെയിറ്റ് ചെയ്യണ്ട സാർ, ഇപ്പോഴേ വർക്ക് ചെയ്യാൻ ഇപ്പം വരില്ല, ലൈന് ക്ലോസ് ചെയ്യും. അതപ്പോ കാലത്താവും അല്ലെ? 9 മണി 10 മണിയാവും അല്ലേ? അതെ. ഓക്കെ, ഇത് എമർജൻസി സർവീസ് ആണോ? ഇതിന് കസ്റ്റമർ കെയർ നമ്പർ? അതെ സാർ, എമർജൻസി നമ്പർ തന്നെയാണ്. പക്ഷേ എമർജൻസി ആയിട്ട് സർവീസ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. സാധാരണ ജനത്തിന്റെ വെള്ളമാണ് പാഴായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ രാജീവ്, എവിടെ നിന്നാണ് നമുക്ക് ഈ ബാഡ് റെസ്പോൺസ് നമുക്ക് കിട്ടുന്നതെന്ന് ആലോചിച്ച് നോക്കണം. നമ്മളുടെ ടാക്സ് കൊണ്ട് റെസ്പോൺസ് ചെയ്തിട്ടുള്ള എമർജൻസി സർവീസ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള 1916 എന്ന് പറയുന്ന ഇതിന് എമർജൻസി സർവീസ് അവൈലബിൾ അല്ല. ഹൈ പ്രഷറിൽ ഹൈ വോളിയത്തിൽ എയർ പമ്പ് ചെയ്തുകൊണ്ട് വെള്ളം പുറത്തേക്ക് ചാടിക്കൊണ്ടിരിക്കുന്നു. അതിന് 10 മണി കഴിയാതെ സർവീസിന് ഒരാൾ വരില്ല. പിന്നെ എന്തിനാണ് 24 hours ഉള്ള ഈ പറയുന്ന വാട്ടർ അതോറിറ്റിയുടെ 1916 എന്ന് പറയുന്ന കസ്റ്റമർ കെയറിൽ സാലറിയും കൊടുത്തുകൊണ്ട് എംപ്ലോയീസിനെ വെച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് ബൈ.